ഞാൻ ഇന്ന് ഷഹബാസിൻ്റെ വീട്ടിൽ പോയിരുന്നു. ഉംറക്ക് പോയതുകൊണ്ട് ഞാൻ ഇന്നാണ് എത്തിയത്. എത്തിയ ഉടനെ ഞാൻ നേരെ ഷഹബാസിൻ്റെ വീട്ടിലേക്ക് പോയി. ഞാൻ ഷഹബാസിൻ്റെ വീട്ടിലെത്തിയപ്പോൾ പിതാവിനെ കണ്ടു. പിതാവ് കുറേ നേരം സംസാരിച്ചു. അദ്ദേഹം കഴിഞ്ഞ 7 ദിവസമായി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ വരുന്ന ആളുകളോട് മുഴുവൻ സംസാരിക്കുന്നത് കൊണ്ട് ഞാൻ അദ്ദേഹത്തെ ബുദ്ധിമുട്ടിക്കണ്ട എന്ന് കരുതി ഒന്നും ചോദിക്കണ്ട എന്ന് വിചാരിച്ചതാണ്. ഒന്നും ചോദിക്കാതിരുന്നിട്ടും അദ്ദേഹം പറഞ്ഞുകൊണ്ടേയിരുന്നു. അദ്ദേഹം പറഞ്ഞതിൽ പല കാര്യങ്ങളും എൻ്റെ മനസ്സിലുടക്കി. 7ാം ക്ലാസ് വരെ ഒരു പ്രൈവറ്റ് സ്കൂളിലാണ് ഷഹബാസ് പഠിച്ചത്. ഉപ്പക്ക് വലിയ ജോലിയൊന്നുമില്ല, പെയിന്റർ ജോലിക്കാരനാണ്. ഇടയ്ക്ക് ഗൾഫിൽ പോയിരുന്നു, അവിടെ നിന്നും ക്ലച്ച് പിടിച്ചില്ല. വാടക വീട്ടിലാണ് താമസിക്കുന്നത്. 7ാം ക്ലാസ്സൊക്കെ ആകുമ്പോൾ ഈ കുട്ടിക്കൊരു ബോധം വരുമല്ലോ. ഷഹബാസ് ഉപ്പയോട് പറഞ്ഞു, ഉപ്പ ഞാനിനി ഗവൺമെന്റ് സ്കൂളിലേക്ക് മാറാം, കാരണം അവിടെ ഫീസ് കൊടുക്കണ്ടല്ലോ. ആ പണം മറ്റെന്തെങ്കിലും നമ്മുടെ വീടിൻ്റെ ആവശ്യങ്ങൾക്ക് മറ്റെന്തെങ്കിലും ആവശ്യങ്ങൾക്കൊക്കെ ചെലവഴിക്കാലോ എന്ന് പറഞ്ഞിട്ട് സർക്കാർ സ്കൂളിലേക്ക് മാറിയവനാണ് ഷഹബാസ്. ഈ കൊല്ലപ്പെടുന്ന അന്ന് വീട്ടിലേക്ക് ചായക്ക് കൂട്ടാനുള്ള കടി വാങ്ങാൻ വേണ്ടി പോയതാണ്. നമ്മൾ സ്നാക്സ്, ഇന്ന് പുതിയ തലമുറ പറയുന്ന കടി വാങ്ങാൻ വേണ്ടി പോയതാണ്. വീട്ടുകാർ കാത്തിരിക്കുകയാണ്. ഒരിക്കലും തിരിച്ചു വരാത്ത രീതിയിലാണ് ആ മകൻ പോയി കളഞ്ഞത്. ആ മകൻ അങ്ങനെ വെറുതെ പോയതല്ല, ആ മകനെ കൊന്നതാണ്. കുറേ നേരം സംസാരിച്ച ഒടുവിൽ ഞാൻ ഇറങ്ങട്ടെ എന്ന് ചോദിച്ചപ്പോൾ എൻ്റെ കൈ പിടിച്ചുകൊണ്ട് ആ ഉപ്പ പറഞ്ഞൊരു കാര്യമുണ്ട്. നിങ്ങളൊക്കെ കൂടെ ഉണ്ടാവില്ലേ? എൻ്റെ മോനോ പോയി, ഇനി ഒരു കുടുംബത്തിനും ഈ ഗതി വരരുത്. ആ പിതാവിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞത്, ഞാൻ മാത്രമല്ല, മുസ്ലിം യൂത്ത് ലീഗും മുസ്ലിം ലീഗും അവസാനം വരെ നിങ്ങളുടെ കൂടെ ഉണ്ടാകും, നിങ്ങൾക്ക് നീതി വാങ്ങിത്തരുന്നത് വരെ കൂടെ ഉണ്ടാകും എന്നാണ്.